ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ്. കാരണം SSLC +2 റിസൾട്ട് വന്നപ്പോൾ പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാൽക്കവലയിൽ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്ക് ആവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാൽക്കവലയിൽ ഇറങ്ങി അന്തം വിട്ട് നിൽക്കുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വഴി കണ്ടെത്താൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഇന്നത്തെ കാലത്ത് അവരുടെ കരിയർ തീരുമാനിക്കുന്നത് ചില വ്യത്യസ്ത കാര്യങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രോബ്ലം നോട്ട് അവെയർ ഓഫ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഇന്ന് നിലവിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ യാതൊരു ബോധവുമില്ല, അല്ലെങ്കിൽ ബോധ്യവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത്, ഒന്നാമത്തെ പ്രശ്നം പിയർ ഇൻഫ്ലുവൻസ് ആണ്. അതായത് വാട്ട് മൈ ഫ്രണ്ട്സ് ആർ ഡൂയിങ്. വിദ്യാർത്ഥി ചിന്തിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവർ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസികൾ, അവർക്ക് ഏത് കോഴ്സിനാണ് പോകുന്നത് എന്ന് നോക്കി വിദ്യാർത്ഥിയും രക്ഷിതാവും ആ കോഴ്സിന് പോകാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോരായ്മ. രണ്ട്, പാരന്റൽ ഇൻഫ്ലുവൻസ് ആണ്. എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ ഇൻഫ്ലുവൻസ് ആണ്. പ്രത്യേകിച്ചും ഇതിനുണ്ടാവുന്ന കാരണം, നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് എന്ത് വേണമെന്നതിനെ കുറിച്ചോ അവർ എന്താണ് എന്നതിനെ കുറിച്ചോ വ്യക്തമായൊരു ധാരണയോ ബോധമോ അവർക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും രക്ഷിതാക്കൾ അതിൽ ഇടപെടേണ്ടി വരികയും രക്ഷിതാക്കളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ മറ്റു പലരും കൊടുക്കുന്ന അർദ്ധ വിവരങ്ങളുള്ളവർ കൊടുക്കുന്ന, അല്ലെങ്കിൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർ നൽകുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ പല കോഴ്സുകൾക്കും പറഞ്ഞേക്കുന്നു. അത് പരാജയമായി തീരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് റോൾ മോഡൽസ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയകളിലാണ്. പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമൊക്കെ. ഇൻസ്റ്റഗ്രാമിൽ തിളങ്ങി നിൽക്കുന്ന ചില വ്യക്തികളോ, അല്ലെങ്കിൽ തന്റെ എബിലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനു പറ്റിയ കോഴ്സുകൾ സെലക്ട് ചെയ്ത് മുന്നേറിയ ചില ആളുകളേക്ക് അവർ സ്റ്റാറായി മാറുകയും, അവർ ഏതാണ് കോഴ്സ് തിരഞ്ഞെടുത്തത് ആ കോഴ്സിലേക്ക് പോകാൻ ഇവർ വെമ്പൽ കൊള്ളുകയും, ആ കോഴ്സ് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി അതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ റോൾ മോഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ പ്രഷറാണ്. ഇത് അതിലേറെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ, എഞ്ചിനീയർ, അത് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പാഷനായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അതൊരു സ്റ്റാറ്റസ് സിമ്പലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശരി. എൻ്റെ സുഹൃത്തിന്റെ മകൾ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള കുട്ടി ഒരു MBBS-നാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ മകളെയും എൻ്റെ മകനെയും അതിലേക്ക് തന്നെ വിടണം എന്നുള്ള ഒരു വാശി രക്ഷിതാക്കൾക്കുണ്ടാകുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നേറുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഇത് ഒരിക്കലും ഈ കുട്ടിയുടെ പാഷൻ ആയിരിക്കണമെന്നില്ല. തന്റെ പാഷൻ അല്ലാത്ത ഒരു കോഴ്സ് ഈ കുട്ടി എടുത്ത് മുന്നേറി കഴിഞ്ഞാൽ ഭാവിയിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പഠന സമയത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയും ആ കുട്ടിയുടെ കരിയറിനെയും ബാധിക്കുമെന്നുള്ളതാണ്. അവസാനത്തത് ലാക്ക് ഓഫ് സെൽഫ് അവയർനെസ് എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ, ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സെൽഫ് അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ കഴിവെന്നും എൻ്റെ കഴിവുകേടുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയും ആ തിരിച്ചറിവിൽ നിന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നേറാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെയും പ്രാഥമികമായ കടമ എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഇതില്ലാത്തത് കൊണ്ടാണ് മുകളിൽ പറഞ്ഞ ഈ സ്റ്റെപ്പുകളിലേക്കൊക്കെ പോയിക്കൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യുകയും അതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് ഈ കുട്ടി തിരഞ്ഞെടുക്കുന്ന കോഴ്സ്
ഒരു പക്ഷേ കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഈ കുട്ടിയുടെ പാഷനുമായി അത് യോജിക്കാത്തത് കൊണ്ട് ഈ കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ അത് ഗുണകരമല്ലാതായിരിക്കുകയോ ചെയ്യുന്നതിന്റെ വസ്തുത ഇതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കഴിവുകേടുകളും പോരായ്മകളുമാണ്. പക്ഷേ ഇനി നമ്മൾ പറയുന്നത് ഇവരെ വ്യക്തമായ മാർഗത്തിലൂടെ കൃത്യമായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടത് വാട്ട് ഷുഡ് ബി അവർ സ്ട്രാറ്റജി ആസ് എ സ്റ്റുഡന്റ് ഓർ പാരന്റ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് അതിനാവശ്യമായ സ്ട്രാറ്റജി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് സയന്റിഫിക് മെത്തേഡ്സ് ടു ഐഡന്റിഫൈ യുവർ സ്കിൽസ് എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടി, നമ്മുടെ വിദ്യാർത്ഥി, അവന്റെ കഴിവും കഴിവുകേടുകളും അവന്റെ പോരായ്മകളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സുകൾ ഒബേ ചെയ്യുക എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത്. അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ എബിലിറ്റിയുള്ള സൈക്കോളജിസ്റ്റുകളുമായോ വിദ്യാഭ്യാസ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ട്രെയിനേഴ്സോ മെന്റേഴ്സോ ഒക്കെ ആയിക്കൊണ്ട് ഈ കുട്ടിയെ ഇരുത്തി സംസാരിക്കുകയും ആ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ കുട്ടിക്ക് ആവശ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി, നമ്മുടെ വിദ്യാർത്ഥി എന്താണോ അവന്റെ ഗോളായിട്ട് സെറ്റ് ചെയ്യുന്നത്, ഉദാഹരണമായി അവനൊരു എക്കണോമിക്സിൽ റിസർച്ച് നടത്തി അവൻ ഡോക്ടറേറ്റ് എടുത്ത് ഇന്ത്യയിലെ വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനായി ജോലി ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് അവന്റെ ഗോള് എന്ന് വെക്കുക. പക്ഷേ അതോടൊപ്പം അവനെ ABC എന്ന് പറയുന്ന രീതിയിൽ അവന്റെ ഗോളുകൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ അവൻ ഈ PhD എടുത്ത് അവൻ ലക്ഷ്യമാക്കുന്ന ജോലിയിലേക്ക് മുന്നേറുന്നതോടൊപ്പം അവിടെ നിന്നുകൊണ്ട് വേണം അവൻ ബേക്കോട്ട് ചിന്തിക്കാൻ. എന്ന് പറഞ്ഞാൽ അവന്റെ PG തലത്തിൽ അവൻ ഏത് സെലക്ട് ചെയ്യണമെന്നും അവിടെ നിന്ന് അവന് ഡൈവേഴ്സ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നും അവന്റെ ഡിഗ്രി തലത്തിൽ അവൻ ഏതാണ് എടുക്കുന്നത് എന്നും അവിടെ നിന്നുകൊണ്ട് അവന് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവൻ അവന്റെ കരിയർ ബാക്ക്വേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവൻ ഫൈനലി അവന്റെ അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള അവന്റെ ഗോളിൽ നിന്നുകൊണ്ട് 10 വർഷം കഴിഞ്ഞോ 15 വർഷം കഴിഞ്ഞോ അവൻ എത്തിപ്പെടുന്ന ആ ഗോളിൽ നിന്നുകൊണ്ട് വേണം അവൻ പിറകോട്ട് ചിന്തിക്കുകയും എവിടെ നോക്കിയാലും അവന്റെ ഭാവിക്ക് അവന്റെ കരിയറിന് ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മുന്നേറാൻ അവന് സാധിക്കുന്ന രീതിയിൽ അവന്റെ കരിയർ പ്ലാൻ ചെയ്താൽ അവൻ പരാജയപ്പെടുകയില്ല. അത് 100% ഉറപ്പാണ്. അടുത്തത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഏത് കരിയറാണോ ഏത് ജോലിയാണോ ഈ കുട്ടി ലക്ഷ്യമാക്കുന്നത് എങ്കിലും ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചും തന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഈ കുട്ടി കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം, കൃത്യമായ അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് ഈ കുട്ടിയുടെ എബിലിറ്റിക്ക് അനുസരിച്ച്, ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, ഈ കുട്ടിയുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച് സൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ഈ കുട്ടിയെ ആ ജോലിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു BSc നേഴ്സിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഞാനുമായി ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിലെ സ്മെല്ല് പോലും ആ കുട്ടിക്ക് പ്രശ്നമായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയാണ്, സാറേ, ഇങ്ങനെയുള്ള ഞാൻ ഒരു നേഴ്സായി കഴിഞ്ഞാൽ രോഗികൾ ബെഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കും, അതുപോലെയുള്ള വളരെ പ്രയാസം പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണ് സാറേ ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവും. അപ്പൊ ഞാൻ ചോദിച്ചു ആ കുട്ടിയോട്, നിങ്ങൾ ഇതൊന്നും ആലോചിക്കാതെയാണോ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്? ഇത് വിദേശത്ത് പോയാൽ നല്ല ജോലി സാധ്യതയാണ് എന്നെല്ലാവരും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നിർബന്ധ പ്രകാരം തന്നെയാണ് ഫാമിലി അല്ലെങ്കിൽ രക്ഷിതാക്കള് ഈ കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്തു. നേഴ്സിംഗിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ തന്നെ അതിൽ MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ MBA ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാനേജിയർ ലെവലിലേക്ക് പോകാവുന്നതാണ്. അത് സെലക്ട്
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശമാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് തീർച്ചയായും ഏത് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അനലൈസ് ദ കോഴ്സ് കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല മക്കളും ചിലപ്പോൾ അവർ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തുള്ള കോഴ്സുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട്. കാരണം അതിലെ പല സബ്ജക്റ്റുകളും ഇവർക്ക് അങ്ങ് ദഹിക്കുന്നതാകുന്നില്ല, അതല്ലെങ്കിൽ ഇവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഏത് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ കോഴ്സിൽ ഉണ്ടാകുന്ന കണ്ടന്റ് സബ്ജക്ട് ബേസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അത് ഈ വ്യക്തിക്ക്, ഈ കുട്ടിക്ക് സൂട്ടബിൾ ആണോ എന്ന് അറിഞ്ഞിരിക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡൈവേഴ്സ് ഓപ്ഷൻ ആഫ്റ്റർ ഈച്ച് കോഴ്സസ് എന്നുള്ളതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ കോഴ്സുകളും ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉള്ളതായിരിക്കണം, വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരിക്കണം, മറ്റ് മേഖലകളിലേക്ക് ചേക്കേറാൻ കഴിയുന്നതായിരിക്കണം. അത്തരം കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല. ചില ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. MLT പാരാമെഡിക്കലില് MLT നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആണല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്മ്യൂണോളജിയിലേക്ക് മാറാം, ഹിസ്റ്റോപാത്തോളജി തിരഞ്ഞെടുക്കാം, പാരാസൈറ്റോളജി തിരഞ്ഞെടുക്കാം, വൈറോളജിയിലേക്ക് മാറാം. അതുപോലെ BSc നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിക്ക് ധാരാളം മറ്റു സാധ്യതകളുണ്ട്. MSc ജെറന്റോളജി തിരഞ്ഞെടുക്കാം, MSc എമർജൻസി കെയർ തിരഞ്ഞെടുക്കാം, MSc ജെനറ്റിക്സ് തിരഞ്ഞെടുക്കാം. മാത്രമല്ല മാനേജ്മെന്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. MBA ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അവർക്കുള്ളതാണ്. അതുപോലെ ബയോടെക്നോളജിയിലേക്കും മാറാം. ഇതുപോലെ ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉള്ള കോഴ്സുകളാണ് നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഒരു മേഖലയിൽ സാധ്യത നഷ്ടപ്പെട്ടാലും അവർക്ക് മറ്റ് മേഖലകളിലേക്ക് ഡൈവേഴ്സ് ചെയ്തു പോകാൻ പറ്റുമെന്നുള്ളതാണ്. അവസാനത്തേത് അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കോമ്പിനേഷൻ കരിയറുള്ള കോഴ്സുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുത്താൽ അതിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് പോകാനും കോമ്പിനേഷൻ കിട്ടുന്ന രീതിയിലുള്ള കോഴ്സുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണമായി BSc കെമിസ്ട്രി തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് ഫോറൻസിക് സയൻസിലേക്കും മറ്റുമൊക്കെ മാറിപ്പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഫാർമസി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്കും ഫോറൻസിക് സയൻസിലേക്കും ബയോടെക്നോളജിയിലേക്കും ജെനറ്റിക്സിലേക്കും ഈവൻ മാനേജ്മെന്റിലേക്കും മാറാവുന്നതാണ്. ഇതുപോലെ കോമ്പിനേഷൻ കരിയേഴ്സ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ എവിടെയും പരാജയപ്പെടുകയില്ല. അത്യാവശ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. കൂടുതലായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതുമല്ല കോഴ്സുകളുടെ സാധ്യതകൾ എവിടെ ലഭിക്കും, എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ, അതോടൊപ്പം വല്ല അഡ്മിഷൻസ് സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.